നമസ്കാരം കേട്ടാ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് ഓശാന സ്പെഷ്യൽ. എന്താണ് ഉണ്ടാക്കുന്നത് പറയേ? കൊഴുക്കട്ട. അപ്പോൾ ഇത് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഓശാനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ്. സംഭവം പൊളിയായിട്ടാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് നേരിട്ടിട്ട് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പോൾ അതിനൊക്കെ മുന്നേ ചെറിയൊരു കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തോ. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോകാം. അപ്പോൾ വരിക. കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ടിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നന്നായിട്ട് പൊടിച്ച പൊടിയാട്ടോ, നൈസ് പൊടിയാണ്. നമ്മൾ പത്തിരിക്കും വെള്ളപ്പത്തിനൊക്കെ എടുക്കണ പൊടിയിൽ ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഇത് ശർക്കര നീരാണ്, അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര നീരാണ്. ഇത് 250 ഗ്രാമാണ് നമ്മൾ അലിയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നീ അതിലേക്ക് തേങ്ങ ഒരു തേങ്ങ ചെറുകിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു 3/4 ഭാഗം നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം വറ്റണ വരെ നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചൊരു ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. പറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ വെള്ളം വറ്റിയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഏലക്കായുടെ പൊടിയും പിന്നെ സാദാ ജീരകത്തിൻ്റെ പൊടിയും നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്നുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മണം വരും. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ്. ഇനി ഇതിന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ആവി കൊടുക്കാനുള്ള പാത്രം വെക്കാം കേട്ടോ.
ലേശം വെള്ളം വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതിനെ ചൂടാക്കുക. അപ്പം നമ്മൾ കുഴച്ച് വെച്ച മാവിൽ ഇങ്ങനെ ഓരോ ചെറിയ ഉരുളകൾ എടുക്കാം, എന്നിട്ട് നന്നായിട്ട് ഉരുട്ടാം. അപ്പം ഇതിന് നമ്മൾ നടുക്കിലൊരു ഓട്ട ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ സൈഡും ഒരുപോലെ ഏകദേശം ഒരുപോലെ വരണ വിധത്തിൽ നമ്മളിങ്ങനെ ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഇതാ കോഴിക്കോട്ട സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. സ്പൂണ് ഫില്ലിങ് വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഉരുട്ടി നല്ല ഉരുട്ടാം. എന്നിട്ട് വീണ്ടും ഉരുളകളാക്കിയെടുക്കാം. കട്ടുവേഗം അടച്ചോ. അടുത്തത് പീച്ചും പൊടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന്ന് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ഭാഗം തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാവും തേങ്ങയും കൂടി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മാവും തേങ്ങയും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നേരത്തെ പോലെ തന്നെ ചെറിയ പീസായിട്ട് എടുക്കാം. ഇങ്ങനെ നമ്മളുടെ നീളം ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ അമർത്തി ഇതൊരു 10-12 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കണം കേട്ടോ. ആവിയിലാണ് ഇത് വേവിക്കുക. മെല്ലെ അമർത്തണം കേട്ടോ. ഇത്രയും അമർത്താൻ ഉദ്ദേശിച്ചില്ല ഞാൻ. പോയി കിടന്നു. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കോഴിക്കോട്ട റെഡി ആയിട്ടാ. അപ്പം നമ്മുടെ നീ അടുത്ത സാധനം കെട്ടാൻ പോട്ടാ, പിച്ചമ്പൊടി അല്ലേ? ഈ 2 കൂടെ വയ്ക്കാൻ പറ്റുമെങ്കിൽ വെച്ചു. ഓക്കെ. നമ്മുടെ നാട്ടിൽ ഈ സാധനം ഉണ്ടാക്കട്ടെ, പിച്ചമ്പടി. പണ്ട് മമ്മിയൊക്കെ ഉണ്ടാക്കി തരുന്ന സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട കഴിച്ചു നോക്കുക കേട്ടോ. ഉള്ളിൽ ചൂടുണ്ടാവൂലേ? കോഴിക്കട്ട അങ്ങനെ സൂപ്പർ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ദിസ് ഈസ് എ സ്പെഷ്യൽ ഡിഷ് ഫ്രം കേരള, ഗോഡ്സ് ഓൺ കൺട്രി. ഓക്കെ, യു ക്യാൻ ഓൾസോ ട്രൈ. ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കരുതിട്ടാ, നമ്മളെ സപ്പോർട്ട് ചെയ്തോളോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റെങ്കിലും ഇട്ടോളൂ. ഓക്കെ, ശരി, ബൈ.